How do you feel, guys? Yeah, Really great. Excited. How is the surprise? അമൃതയുടെ ബർത്ത്ഡേ ആണ് നാളെ. അപ്പം ഞാനൊരു സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. സർപ്രൈസിന് വേണ്ടി പോവാണ്. സർപ്രൈസ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ റെഡി ആയി വരില്ല. ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. റെഡിയായാ എന്നാ പിടിച്ചോ. ഇപ്പൊ എന്തോ കാര്യമായിട്ടാണ്, മൈക്കൊക്കെ ഉണ്ട്. എന്താണ് സംഭവം? സംഭവം എന്താണെന്ന് പറയില്ല, നമുക്ക് പോയി നോക്കാം. എന്ത് ടൈപ്പാണെന്ന് പറഞ്ഞാൽ അതനുസരിച്ച് റെഡി ആവാൻ. അങ്ങനെയൊന്നുമില്ല, ഉള്ളതൊക്കെ മതി. ഇതൊക്കെ മതി. ഇങ്ങോട്ടാണെന്ന് വല്ല പിടിയും കിട്ടിയാ? നമ്മൾ മറീന മാളിലെ പാർക്കിങ്ങിലാണ് കേട്ടാ. പാർക്കിങ്ങിൽ വണ്ടി P2 വണ്ടി ഇട്ടിട്ട് നമ്മൾ സ്ഥലത്തോട്ട് പോകാം. കണ്ട എക്സ് ലൈൻ ദുബായ്. എക്സ് ലൈൻ എന്താണെന്ന് അറിയാതെ? അതെയാ? അറിയാം, എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു സാധനമാണ്. അപ്പോൾ നമ്മൾ എക്സ് ലൈൻ ചെയ്യാൻ പോവാണേ. എക്സ് ലൈൻ എന്ന് പറയുന്നത് ദുബായ് മറീനയുടെ മുകളിൽ കൂടെയുള്ള ഒരു സിപ്പ് ലൈൻ ആണ്. അതിനാണ് പോകാൻ പോകുന്നത്. ഇതാണ് എൻ്റെ സർപ്രൈസ് ഗിഫ്റ്റ്. ഓക്കെ, സന്തോഷമായ? റിസപ്ഷൻ വരുന്നത്. നമ്മളിവിടുന്ന് വേവർ ഫോമൊക്കെ ഫില്ല് ചെയ്യണം, എന്നിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഫില്ല് ചെയ്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് ബാഗൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ലോക്കർ റൂം ഉണ്ട്. അതിൽ വെച്ച് എല്ലാം വളരെ പെട്ടെന്നാണല്ലേ, എത്തിയപ്പോൾ തന്നെ തുടങ്ങി. എൻ്റെ കണ്ണട എനിക്ക് വെയർ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരു ഇത് തന്നു കേട്ടോ. തലയുടെ പുറകിലോട്ട് വെച്ചിട്ട് കണ്ണട വെക്കാം, അപ്പോൾ അത് വീണു പോകില്ല. നമ്മൾ വണ്ടി കയറിയിട്ട് അതിൻ്റെ പ്ലാറ്റ്ഫോമിലോട്ട് പോകാൻ പോവാണ്. കയറിക്കോ. ഇവിടെത്തി നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിയുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ടാഗ് കയ്യിൽ കെട്ടാൻ തരും. ഇത് മീഡിയം സൈസ്. എൻ്റെ 360 ഡിഗ്രി വീഡിയോ എന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ 360 ഡിഗ്രി വീഡിയോ ഓപ്റ്റ് ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ ആയിട്ട് 150 അഡീഷണൽ കൊടുക്കണം. എല്ലാവർക്കും GoPro എന്തായാലും കിട്ടും. 360 ഡിഗ്രി വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് 150 കൊടുക്കണം. ഞാൻ 360 ഡിഗ്രി ഒരാൾക്ക് മാത്രം ഓപ്റ്റ് ചെയ്തു. ഇതിൻ്റെ മുകളിൽ കൂടെ പോകണം അല്ലേ? ലൈന് കാണുന്നുണ്ടോ? മറീനത്തെ ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണ്, അമ്പാച്ചെന്നുണ്ട്. അതിലോട്ട് നമ്മൾ കയറുന്ന കേട്ടോ. അതിൽ പോയിട്ടാണ് ഇതിൻ്റെ മുകളിലോട്ട് കയറിയിട്ടാണ് പോകേണ്ടത്. 42nd ഫ്ലോർ കയറിയിട്ട് ഇനി 3 ഫ്ലോർ സ്റ്റെപ്പ് കയറണം. അത് കൊള്ളാം, ഭയങ്കര പരിപാടിയാണല്ലോ. അവിടെ കയറുന്ന വഴിക്ക് ഇങ്ങനെ എന്തൊക്കെയോ ഫാക്ട്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. You are 170 meters above ground. അതുപോലെ about to sit 1 kilometer. 1 കിലോമീറ്റർ ലെങ്ത്തുള്ള സിപ്പ് ലൈനാണ്. മാക്സിമം സ്പീഡ് അപ് ടു 80 km/h. പിന്നെ ആക്സിലറേഷൻ 0 to 16 2.5 seconds. ഓഹോ, സൂപ്പർ കാറിൻ്റെക്കാളും വലിയ ആക്സിലറേഷനാണ്. 16 ഡിഗ്രി ഡിക്ലൈൻ ഉണ്ട്. എൻജോയ് ദ റൈഡ്. യെസ്, അതർ സൈഡ്. അങ്ങനെ മുകളിൽ കയറി ദുബായ് മറീനയുടെ കിടിലം വ്യൂ ഇടുന്നു കിട്ടും കേട്ടോ. അതാണ്ട ഈ ദുബായിൻ്റെ ഒക്കെ വ്യൂ കണ്ടോ? നല്ല അടിപൊളി ഫോട്ടോ വീഡിയോ നമുക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റും. ഇവിടുന്ന് എടുത്തിട്ട് ഈ സൈഡിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. ഈ സൈഡിലോട്ടുള്ള ഫോട്ടോ വീഡിയോ പിന്നെ അവരെ സെക്ഷനാണ്, അവരെടുത്ത് തരും. ഹൗ ഇസ് എ സർപ്രൈസ്? ഇഷ്ടപ്പെട്ടാ? കിടലാണ്. ഇവിടുന്നുള്ള വ്യൂ ഒരു രക്ഷയില്ല കേട്ടാ. മറീന ബീച്ച്, പിന്നെ ബ്ലൂ വാട്ടർ ഐലൻഡ്, അക്വാ ഫണ്ണ്, അങ്ങനെ സംഭവങ്ങളൊക്കെ ഇവിടുന്ന് കാണാൻ പറ്റും. അടിപൊളി, ഫുൾ കിടിലം വ്യൂ. അതുപോലെ നമുക്ക് പാം ജുമേര ഇവിടുന്ന് കാണാം. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ പോയിട്ടതാ ഈ ലൈന് കാണുന്നില്ല, ഈ ലൈന് ത്രൂ ആണ് പോകുന്നത്. ലൈന് ത്രൂ ഇങ്ങനെ പോയിട്ട് അങ്ങ് MR എന്ന് എഴുതിയ അവിടെ പോയി എത്തുക. അവിടെ നമ്മൾ ഇങ്ങോട്ട് വന്നത്. Hi, what's your name? Amrita. Prasad. First time here next line? Yes. Yeah. How do you feel, guys? Yeah, very Really good. great. Excited. Are you ready? Yes. All the best. Thank you so much.
അടിപൊളിയായിരുന്നല്ലേ? സൂപ്പർ, ഇങ്ങനെ ഉണ്ടായിരുന്നു, അടിപൊളി, ഒരു രക്ഷയില്ല അല്ലേ? വിചാരിക്കുന്ന അത്ര പേടിയില്ല, ഒറ്റ പോക്കാണ്. ഒട്ടും പേടിയില്ല. ഞാൻ വെച്ച് കണ്ണടച്ചിരിക്കേണ്ടി വരുന്നത്. പേടിയൊന്നുമില്ല കേട്ടോ, സൂപ്പർ സിമ്പിൾ പരിപാടി. റൈഡ് ദ ലോങ്സ്റ്റ് അർബൻ സിപ്പ് ലൈൻ, ഏറ്റവും ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ അർബൻ സിപ്പ് ലൈൻ ആണ് നമ്മൾ റൈഡ് ചെയ്തിരിക്കുന്നത്. അടുത്ത ബക്കറ്റ് ലിസ്റ്റ് ടിക്ക് അല്ലേ? അടുത്ത സ്കൈ ഡൈവ്. അങ്ങനെ ഓക്കെ ഓക്കെ ഡൺ. നമ്മൾ നേരെ വരുന്നത് ഈ മറീനേൻ്റെ മുകളിൽ കൂടെ ആണ്. ഇങ്ങനെ ഈ കാണുന്നില്ല, ഈ ഇതൊക്കെ നിർത്തിയിട്ടുള്ള, ഈ ലാറ്റൊക്കെ നിർത്തിയിട്ടുള്ള ആ മറീനെ കൂടെ വരുന്ന ഈ വലിയ ബിൽഡിങ്ങിൽ, ഒരു റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് നേരെ മറീന മള്ളിലേക്ക് വരികയാണ്. മറീന മള്ള വരുന്നു, അവിടുന്ന് വണ്ടി എടുത്തിട്ട് അവിടെ വരെ പോകുന്നു, അവിടുന്ന് വീണ്ടും ഇങ്ങോട്ട് തന്നെ വരുന്നു. അതാണ് സംഭവം. അങ്ങനെയാണ് പരിപാടി. എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആണ്. കിടുവാണ് കേട്ടോ. ഇതാണല്ലോ ഈ MR എന്ന് എഴുതിയ ഇതിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തി. ഇതൊക്കെ റെസിഡൻഷ്യൽ ബിൽഡിങ്സ് ആണ്. മറീനയാണിത്, മറീനേൻ്റെ സൈഡിലുള്ള സംഭവം. എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഒരു രക്ഷയില്ലാത്ത കിടുക്കൻ കിടുക്കാച്ചി. ഹാപ്പി ബർത്ത്ഡേ. Thank you so much.